ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മെയിൻ ഹീറോ നമ്മുടെ ഉണ്ണിക്കുട്ടനായിരിക്കും. ഈ വീഡിയോ ഇടുവാൻ ഒരു സാഹചര്യമുണ്ടായി. ഞാനൊരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ഉണ്ണിക്കുട്ടൻ ഈ മാഗ്നറ്റിക് ബോൾസും കൊണ്ട് ഇതുപോലെ ഒരു ബോൾ ഉണ്ടാക്കി തന്നു. ഈ ബോളിനാണെങ്കിൽ ഒരുപാട് സൈഡുകളുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ എത്ര സൈഡ്സ് ഉണ്ടെന്ന്. ഈ കാണുന്ന ഓരോ കുഞ്ഞു മുത്തുകളും നമ്മുടെ കടുകുമണിയുടെ അത്രയും തന്നെ വലുപ്പമേ ഉള്ളൂ. ഈ മുത്തുകൾ കൊണ്ടാണ് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് മാഗ്നറ്റിൻ്റെ തിയറിയൊക്കെ അറിയാമല്ലോ. അത്രമാത്രം കാൽക്കുലേഷൻസും എല്ലാം നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതിനുവേണ്ടി നല്ലൊരു എഫേർട്ട് തന്നെ ഉണ്ണിക്കുട്ടൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തു എല്ലാം കൊണ്ടും നല്ലത് ഇന്ന് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ വീഡിയോ തന്നെ ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ ഫോട്ടോസ് എടുത്തു വച്ചിട്ടുള്ളൂ ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ അതും ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നു. അപ്പം എല്ലാവരും കാണണേ. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എൻ്റെ അവിടെ നിൽക്കുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടനാണ്. ഉണ്ണിക്കുട്ടൻ ഇന്ന് നല്ലൊരു വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ബോളും കൊണ്ടോ എന്നാ ഉണ്ടാക്കുന്ന കുഞ്ഞ്? സർപ്രൈസ് ആണോ? ഉണ്ണിക്കുട്ടൻ പറയുന്നത് ഇന്നത്തെ സർപ്രൈസ് ആണ്. മാഗ്നറ്റിക് ബോൾ കൊണ്ട് അവൻ എന്തോ ഉണ്ടാക്കാൻ പോവാണ്. ഈ മാഗ്നറ്റിക് ബോൾസ് എന്തായാലും നിങ്ങൾക്ക് അറിയാമോ? ഞാനെന്ത് പറയാം, കുറേയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കളിച്ച് കളിച്ച് കുറേ എങ്ങാണ്ടൊക്കെയോ പോയി. ഇതായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇതേ കളി ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നോക്കിക്കേ, നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇതിനെ അളത്തിയെടുക്കാം. ഈ കാണുന്ന ഓരോ മുത്തുകളും ഇത് കണ്ടോ, ഇതെല്ലാം ഓരോരോ മുത്തുകളാണ്. നിങ്ങളിത് ഒറ്റയ്ക്ക് കാണുന്നുണ്ടെങ്കിലും ഇത് ഓരോരോ കുഞ്ഞു മാഗ്നറ്റിക് ബോൾസ് ആണ്. നോക്കിയേ കണ്ടോ, ദേ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മുത്ത പോലെ ദേ ഇവിടെ വെച്ച് കാണിക്കാം. ദേ ഓരോ മുത്തുകൾ കണ്ടോ. ഈ ഓരോ മുത്തുകളും കൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ എന്തോ ചെയ്യാൻ പോകുന്നത്. എന്നാന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ആള്. പിന്നെ നമുക്ക് ഇതുകൊണ്ട് വേറൊരു ഉപയോഗം ഉണ്ടോ പെൺകുട്ടികൾക്ക്? ഇതിന് ഓരോ നടത്തിയെടുത്തിട്ട് എന്നാണ് കൊണ്ടുകിട്ടാ ഉണ്ണിക്കുട്ടൻ തന്നെ വെച്ച് കാണിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഉണ്ണിക്കുട്ടൻ കമ്മൽ ഉണ്ടാക്കിയുണ്ടോ? നമ്മൾക്ക് പണ്ട് മാഗ്നറ്റിൻ്റെ കമ്മൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മുക്കുറ്റി ആയിട്ടോ, സെക്കൻഡ് സ്റ്റെഡോ, തേർഡ് സ്റ്റെഡോ, ഫോർത്ത് സ്റ്റെഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നേ. സഞ്ജു എന്നെ കാണിച്ചു തരുക. നോക്കിക്കേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ബോൾസിലേക്ക് കിടക്കാം. ഓക്കെ റെഡി? 6 എണ്ണം കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫ്ലവർ പോലെ ഇരിക്കുന്നു. അതിനെ അവനെ എന്നിട്ട് അവൻ അതിനെ ഒന്ന് സ്ക്വീസ് ചെയ്യും. അപ്പോൾ ഇതൊരു ഫ്ലവർ ട്രയാങ്കിൾ പോലെ മാറും. ഓക്കെ, ഇതുപോലെ എത്ര എണ്ണം വേണം ഉണ്ണിക്കുട്ട? We'll see along the way, I think. I'll just make as much as I can. I'll just do this whole strip and I can. You want me to help you? Yeah, if you want. I can help you with the 6, yeah? Yeah. Make 6. You And press then it together like this. Look, flower. Yeah, and then you get this both sides and then you push. 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 ഒന്നും വരുന്നില്ലടാ, ഞാൻ പുഷ് ചെയ്തിട്ടൊന്നും. അഞ്ചുപ്പാ ഇങ്ങനെയോ? You push both sides. Look, see? Okay. So you do that, yeah? You push, you push both sides so like that. നീ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ബട്ട് ഐ കാൻ ഡു ഇറ്റ് ഉണ്ണിപ്പാ. ഇറ്റ്സ് നോട്ട് സ്റ്റിക്കിങ് ഈച്ച് അതർ. Look. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല മക്കളെ, ഇത് ഭയങ്കര പാടാണ്. Look, you do that. Good. You do the same angle and then just push. But to be honest with you, ഉണ്ണിപ്പാ ഞാൻ ചെയ്തിട്ട് വരുന്നില്ലടാ. Look, It came like different shape. അയ്യോ ഇത് ഭയങ്കര ട്രിക്കിയാണ്. Look. How are you doing it, Sanju? Look, see? That side. Oh my god. It's difficult to be honest. സഞ്ജു ഇതുമായിട്ട് ഭയങ്കര പ്രാക്ടീസാണ്. സഞ്ജു ഇതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി എന്നെ സർപ്രൈസ് ചെയ്യിക്കാറുണ്ട് കുഞ്ഞ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, എനിക്ക് ചെയ്യാൻ ഒരെണ്ണം പോലും പറ്റിയിരുന്നത് നല്ലതായിരുന്നു ഞാൻ ഓർക്കും. അയ്യോ ഞാൻ ഉണ്ടാക്കുന്ന ഒരെണ്ണം പോലും മക്കളെ ഇതുവരെ ആയിട്ടില്ല. നോക്ക്, ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ടോ? കാരണം ഇത് നമ്മുടെ കടുകിനേരെ ഇച്ചിരി വലുപ്പമുള്ളൂ ഈ സാധനത്തിന്. ഇതായിട്ടാണ് ഈ കളി മുഴുവൻ. എനിക്കിതുവരെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റിയില്ല. സഞ്ജു ദേ അബൌട്ട് ഹൗ മെനി യു ഡൺ ഇറ്റ് സഞ്ജു? ദൈവമേ, ഇതൊരെണ്ണം ശരിയാണേ. അയ്യോ സഞ്ജു, ഐ എം ടോട്ടലി ഫെയിൽഡ് സഞ്ജു. The mission is to get to No, do I this. can't do it. The mission is to get you to do one pyramid. Well, I can't even I can't even do one pyramid, mine. Oh my god. How are you doing this? I'm total fail. I would have. Look. You do that. You push it up. Wait, no. You do that. Do that.
ഓ ഐ കാൻ ഡു ഇറ്റ് സഞ്ജു. Alright, ഞാൻ കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക. ലോക പരാജയം എന്ന് വേണേൽ പറയാം ഇതിനെ. ഞാനൊരു ലോക പരാജയം. I'm doing the next step now. Okay. Well, that's finish, yeah? Yeah. Okay, next step. Okay. So you connect two together like that. അതെങ്ങനെ വന്നോവാ? Anyway. Oh wait, yeah. Show me once again. Please, എല്ലാവരും ഒന്ന് വാച്ച് ചെയ്തോ കേട്ടോ. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ ഇവിടെ ഒരു വട്ടായി പോയ അവസ്ഥ നിൽക്കുക. Okay, കാണാം. Wait, I broke it. Hang on. It's okay. That's. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാച്ച് ചെയ്യുന്ന ഉണ്ണി എങ്ങനെ ചെയ്യുന്നതെന്ന്. Alright, so first of all, you grab two of these pyramids and you can give it like that. Okay, two pyramidനെ തമ്മിൽ എന്ന് വെച്ചാൽ ഈ two ട്രയാങ്കിളിനെ തമ്മിൽ ഒരു കണക്ട് ചെയ്തു. Okay, and then that. That. Very nice. And then and you can do let's do that for a second. Oh my god. ഇതിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. അയ്യോ ഇത്രയും പണി ഇതിന്റെ പുറകിലുണ്ടെന്ന് ഇപ്പോഴാണ്. ഇത് നല്ലൊരു നെക്ലേസിനൊക്കെ പറ്റുന്നൊരു ഡിസൈനാണല്ലോ 5 Put this on the side. My god. It's amazing എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ക്യാമറയിലൂടെ എത്രമാത്രം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓരോ മുത്തുകളും ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ഇത് വെച്ച് കാണിച്ചാൽ പോലെ ഇങ്ങനെ താഴെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ. ഈ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ കണ്ടാ കുഞ്ഞിതുണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? So if the poles is the right way round, yeah, you can put them on top of each other and you can go as far as you like upwards. Okay. So you can make like a giant ഈ ഷേപ്പിൽ തന്നെ ജയന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? Yeah. ഓ ഓക്കെ മനസ്സിലായി. അപ്പം ഉണ്ണിക്കുട്ടൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എത്രമാത്രം വേണേലും ഇങ്ങനത്തെ ഓരോ സെറ്റുകൾ ഉണ്ടാക്കാം. ഇതുപോലത്തെ പല പല സെറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഓരോന്നും അതിൻ്റെ മുകളിൽ വെച്ച് 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 ഇങ്ങനെ വരണം. ഒരു ടവർ പോലെ ഒന്നിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് വെച്ച് വരിക അല്ലേ ഉണ്ണിപ്പാ? പക്ഷെങ്കിൽ അപ്പോൾ ഇവരെല്ലാവരും ഒരുപോലെ ഇരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിങ്ങനെ ഒരു മെത്തേഡ് പണ്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വളരെ ഭംഗിയായിരിക്കും. പക്ഷേ വേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞായിരിക്കും അറിയുന്നത് ഇതിൻ്റെ പോൾസ് സമയം ശരിയാവുന്നില്ലെന്ന്. പോൾസ് ശരിക്കുള്ള രീതി വന്നില്ലെങ്കിൽ ഇത് ഒട്ടിയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം ഇതുപോലെ വെച്ച് വേണം നമ്മൾ ഇത് ഉണ്ടാക്കി വരുവാൻ വേണ്ടി. ഓക്കെ, സെയിം പോളാണെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യത്തില്ല. കണ്ടോ എവിടെയുണ്ട്? ഓ ഓ ഓ ഓ ദാറ്റ്സ് ഫൈൻ, ഇറ്റ്സ് അട്രാക്റ്റിംഗ്. അപ്പം നമ്മളിപ്പോൾ കണ്ടോ ഇതിനിപ്പോൾ ഒന്നിൻ്റെ മേളിൽ ഉണ്ണിക്കുട്ടൻ ഒന്നെടുത്ത് വെച്ചേക്കാം. മാഗ്നറ്റിൻ്റെ തിയറി എന്നാണ്. അപ്പം സെയിം പോൾസ് ആണെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യത്തില്ല, ഡിഫറെൻറ്റ് പോൾസ് ആണെങ്കിൽ മാത്രമേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ ഇത്ര ഉണ്ടാക്കി വന്നതിന് ശേഷമായിരിക്കും പോൾസ് ഒരുപോലെ വരാത്തത്. അങ്ങനെ വരുമ്പോഴേക്ക് നമ്മുടെ പണിയെല്ലാം വെറുതെയാവും. അപ്പോൾ ഈ കുഞ്ഞ് ഒരുപാട് മണിക്കൂർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതാണ് മണിക്കൂറുകൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്താണ് ഉണ്ണിക്കുട്ടൻ ചെയ്യുന്നത്. അവൻ്റെ ഓരോ ഗിഫ്റ്റുകളും അവൻ്റെ ബർത്ത്ഡേക്കോ അല്ലെ ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ അവൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, മാഗ്നറ്റിക് ബോൾസ് ആണ്. ഇതിൻ്റെ പുറകിൽ എത്രമാത്രം എഫേർട്ട് ഉണ്ട് എന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. കാരണം എനിക്ക് ഇവൻ കാണിച്ച ഒരു മെത്തേഡ് പോലും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നാ എടുക്കണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, bye friends. Bye.